അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലൂടെ ആ വിഷയം കൃത്യമായി പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും സാധിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് ഓൺലൈൻ ടീച്ചർ എന്ന നിലക്ക് പലപ്പോഴും നമുക്കൊക്കെ ആവർത്തിച്ച് നമുക്ക് പറയേണ്ടി വരുന്ന, ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരു വിഷയമാണ് നിസ്കാരം എന്നുള്ളത്. കുട്ടികൾ നിസ്കരിക്കുന്നില്ല, നമസ്കാരം പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞാൽ മാത്രമേ നിസ്കരിക്കുള്ളൂ എന്നുള്ള ഒരു പരാതി നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് തന്നെ പലപ്പോഴും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെക്കുറിച്ച് വളരെ ബോധപൂർവം നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പല ആംഗിളിൽ, പല രീതിയിൽ, പല രൂപത്തിൽ ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികളെയാണ്. സ്വാഭാവികമായും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരെ പിടികൂടുന്ന മറ്റു പല ഘടകങ്ങളും നമസ്കാരത്തെ മറപ്പിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്നതിന് പകരം, ചീത്ത പറയുന്നതിന് പകരം അതെങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക് അധ്യാപകൻ്റെ വിജയിച്ച രീതിശാസ്ത്രം. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 ചരിത്രങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഭംഗിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ മക്കൾക്ക് അവരുടെ ജീവിതത്തിലും പകർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ചരിത്രം നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ രംഗത്തുള്ള, അവസാന സമയത്തുള്ള ചരിത്രത്തിലെ ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളുകളിൽ രോഗിയാകുന്നത് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ശക്തമായ പനി പിടിച്ച് ഒന്ന് ശരിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനിയും തലവേദനയുമായി പ്രയാസപ്പെടുമ്പോൾ വരെ അവിടുന്ന് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുന്നു. സഹാബത്തിൻ്റെ തോളിൽ 2 കൈവച്ച്, 2 സഹാബികളുടെ തോളിൽ കൈവച്ചാണ്, മണലിലൂടെ കാലുകൾ കൊണ്ട് വരവരച്ചാണ് പ്രവാചകൻ അവസാന നാളുകളിൽ പള്ളിയിലേക്ക് പോകുന്നത് എന്ന് ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ അവിടുന്ന് പിന്നെ എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. നബി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ റസൂലുള്ളാഹിൻ്റെ ബോധം നഷ്ടപ്പെട്ട് പ്രവാചകൻ വീണു. ബോധം തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ്റെ ചോദ്യം, അസ്വല്ലന്നാസ്, അല്ല ജനങ്ങൾ നിസ്കരിച്ചോ? ബോധം നഷ്ടപ്പെട്ട് ബോധം തിരിച്ചു വരുമ്പോൾ വരെ പ്രവാചകൻ്റെ മനസ്സിലുള്ള ബേജാറെന്താ, ടെൻഷൻ എന്താ? നിസ്കാരത്തെക്കുറിച്ചാണ്. അത് വളരെ ഗൗരവത്തിൽ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇല്ല നബിയെ, നിങ്ങളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നു. ശരീരത്തിൽ
തലക്കുമീതെ വെള്ളമൊഴിക്കുന്നു. ഒരു ഉന്മേഷം കിട്ടി പള്ളിയിൽ പോയി ജനങ്ങൾക്ക് സഹാബത്തിന് ഇമാമായി നിൽക്കാൻ വേണ്ടി. പക്ഷേ റസൂൽ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും വീഴാണ്. 3 തവണ ആവർത്തിച്ച് സംഭവിക്കുന്നു. ബോധം തിരിച്ചു വരുമ്പോഴൊക്കെ പ്രവാചകന്റെ ചോദ്യം, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഒരിക്കലും തനിക്ക് ഇമാമിക്കാൻ കഴിയില്ല എന്നറിയുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമായി നിൽക്കാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസം, വഫാത്താകുന്ന ദിവസം, അവിടുന്ന് അവസാനം നൽകുന്ന ഉപദേശങ്ങളിൽ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, അസ്സലാത്ത് അസ്സലാത്ത് ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് ഐമാനുക്കും. അസ്സലാത്ത് അസ്സലാത്ത്, നിങ്ങൾ നിസ്കാരത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കീഴിലുള്ള അടിമകളുടെ വിഷയത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. വ്യത്യസ്ത ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമസ്കാരം. അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി. നമ്മുടെ മാതാപിതാക്കൾ മരിക്കുന്ന സമയത്ത് ഇന്നത് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എത്ര ശ്രദ്ധ ഉണ്ടാവും നമുക്ക്. നമ്മുടെ മാതാപിതാക്കളേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണിത്. ആ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചരിത്രം. രണ്ടാമത്തത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ 23-ാമത്തെ വർഷം തൻ്റെ വീട്ടിൽ നിന്ന് പ്രവാചകൻ്റെ പള്ളിയിലേക്ക് സുബ്ഹ് നമസ്കാരത്തിന് പോകുന്ന മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅത്തിൻ്റെ മജൂസിയായ ആ വ്യക്തിയുടെ കുത്തേറ്റ് ഇരുതല മൂർച്ചുള്ള കത്തി കൊണ്ട് അദ്ദേഹത്തെ കുത്തുകയാണ്, കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോധം വരെ നഷ്ടപ്പെട്ടു പോകുന്നു. ആ ബോധം തിരിച്ചു വരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സഹാബത്ത് ചർച്ച ചെയ്യുമ്പോൾ, അദ്ദേഹത്തിനെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞാൽ മതി, റളിയല്ലാഹു അൻഹു കണ്ണ് തുറക്കും. നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, അവനൊരു ഓഹരിയില്ല. എത്ര ഗൗരവമുള്ള വാചകമാണ്. മരിക്കുന്ന സമയത്ത് അല്ല, മരണത്തിൻ്റെ വേദനകൾ, ഓരോ പ്രയാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിസ്കാരം ഒഴിവാക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഗൗരവത്തെ ഉണർത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അദ്ദേഹം, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? എന്നിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം നമസ്കാരം നിർവഹിക്കുകയാണ്. ജീവിതത്തിൽ മരണമല്ല വിഷയം, ജീവിതത്തിൽ രോഗങ്ങളല്ല വിഷയം, ജീവിതത്തിൽ പ്രതിസന്ധികളല്ല വിഷയം, ജീവിതത്തിൽ നിസ്കരിക്കാതിരിക്കലാണ് വിഷയം. അതിനേക്കാൾ ഗൗരവമുള്ള ഒന്നുമില്ല എന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചരിത്രം, ചെറിയ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾ. ചെറിയ പനി വരുമ്പോഴേക്ക്, തലവേദന വരുമ്പോഴേക്ക്, കല്യാണത്തിന് പോകുമ്പോഴേക്ക്, ടൂറ് പോകുമ്പോഴേക്ക്, വിരുന്നുകാർ വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ കളിയുടെ പേര് പറഞ്ഞ് അല്ലേ നിസ്കാരം നഷ്ടപ്പെടാറുണ്ടോ? ഇത് കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യത്തിൻ്റെ ശൈലിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരൊറ്റ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അന്ധനായ സഹാബി വരികയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നഹു ലൈസ ലി ഖായിദൻ യഖൂദുനി ഇലൽ മസ്ജിദ്. എനിക്ക് നിസ്കരിക്കാതിരിക്കാൻ ഇളവുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. പ്രവാചകരെ,
എനിക്ക് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇന്നത്തെ പോലെയല്ല, അന്ന് യാത്ര ചെയ്യാൻ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഇന്നുള്ള കാലഘട്ടമല്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂടെ ആരുമില്ല. പള്ളിയിലേക്ക് വരാൻ റെഡിയാണ് അദ്ദേഹം, പക്ഷേ എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂടെ ആരുമില്ല. കൊണ്ടുപോകണ്ടെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ്. ജമാഅത്തിനെ, പള്ളിയിലെ നിസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു മഹാന്മാരായ സഹാബത്ത്. ചെറിയ കാരണം പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഫലമ്മ വല്ല ദആഹു, അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാ, നിസ്കാരത്തെക്കുറിച്ച്, നിസ്കാരത്തിൻ്റെ വിളി അഥവാ ബാങ്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ വീടുകളിലേക്ക് ബാങ്ക് കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. എങ്കിൽ ഫഅജിബ്, താങ്കൾക്ക് ഇളവില്ല, താങ്കൾ ഉത്തരം നൽകിയേ പറ്റൂ, താങ്കൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചേ പറ്റൂ. നിങ്ങൾ നോക്കി എത്ര പ്രാധാന്യമുണ്ട്, എത്ര പ്രാധാന്യമുണ്ട്. അന്ധനായ സഹാബിക്ക് വരെ പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കരിക്കുന്നതിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടില്ല എങ്കിൽ, ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നിസ്കാരം വീട്ടിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കാൻ എന്തർഹതയാണ്, എന്തവകാശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന ചോദ്യമാകണം. കുട്ടികളെ ആക്ഷേപിക്കാതെ, പരിഹസിക്കാതെ, ചിന്തിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ശൈലിയിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പരിചയത്തിലുള്ള ഇസ്ലാമിക് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഇസ്ലാമിക് ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.